നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന ഭാഗമാണ്. അപ്പോൾ നമുക്കറിയാം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ അവർ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റാണ് റെസിറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ്. ഞാൻ പ്രീവിയസ് വീഡിയോയിൽ റെസിറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത സെക്ഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഡസ് നോട്ട് പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല. ആസ് ഇറ്റ് ഈസ് നോട്ട് ഓർഗനൈസ്ഡ് ഫോർ ഏണിംഗ് പ്രോഫിറ്റ്. കാരണം അവിടെ പ്രോഫിറ്റ് അല്ല അവർ ലക്ഷ്യമാക്കുന്നത്. ഇൻസ്റ്റഡ് ഇറ്റ് പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ടു അസർട്ടൈൻ ദ നെറ്റ് റിസൾട്ട് ഓഫ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ്. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നെറ്റ് പ്രോഫിറ്റ് കാണേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് അവരുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പ്രിപ്പയർ ചെയ്തിട്ടാണ് അവരുടെ നെറ്റ് റിസൾട്ട് എന്താണെന്ന് കണ്ടെത്തുന്നത്. ദ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഗിവൺ പീരീഡ് ഈസ് നോൺ ആസ് സർപ്ലസ്. അതായത് ഇൻകം എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടി നിന്നാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് സർപ്ലസ് ആയിരിക്കും. ആൻഡ് എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം ഈസ് നോൺ ആസ് ഡെഫിസിറ്റ്. ഇൻകത്തിനേക്കാൾ എക്സ്പെൻഡിച്ചറാണ് കൂടി നിൽക്കുന്നതെങ്കിൽ അത് ഡെഫിസിറ്റുമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. ഓക്കെ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട് പ്രിപ്പയർഡ് ബൈ എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇത് നോമിനൽ അക്കൗണ്ടാണ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന നോമിനൽ അക്കൗണ്ടാണ്. ഇൻ ഓർഡർ ടു അസർട്ടൈൻ ദ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ബൈ റെക്കോർഡിംഗ് റവന്യൂ ഐറ്റംസ് ഓഫ് ദ പർട്ടിക്കുലർ പീരീഡ്. അതായത് അതാത് വർഷത്തെ റവന്യൂ ഐറ്റംസ് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എൻട്രി ചെയ്യത്തുള്ളൂ, റെക്കോർഡ് ചെയ്യത്തുള്ളൂ. അങ്ങനെ നമുക്ക് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നോമിനൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർ ചെയ്യുന്ന ഫോം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോമിലാണ് ചെയ്യുന്നത്. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റ് നമുക്കറിയാം ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചർ, ക്രെഡിറ്റ് സൈഡ് ഇൻകം ആണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആർ ഡെബിറ്റഡ്. എല്ലാ എക്സ്പെൻസും ലോസും ഡെബിറ്റ് ചെയ്യുന്നു. ആൻഡ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ആർ ക്രെഡിറ്റ്. എല്ലാ ഇൻകവും ഗെയിനും നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ ഫണ്ട്. സർപ്ലസ് ആയാലും ഡെഫിസിറ്റ് ആയാലും നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? ക്യാപിറ്റൽ ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത് ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇത് നോമിനൽ അക്കൗണ്ട് ആണെന്ന് പറയുന്നു. ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഓൺലി ആർ റെക്കോർഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഹെൻസ് ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇൻകം എക്സ്പെൻസ് മാത്രം റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ നോമിനൽ അക്കൗണ്ട് ആണെന്നുള്ളത് അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ട്, നോ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഓഫ് എനി ഇയർ ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ ഫണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ഹെൻസ് ഇറ്റ് ഡസ് നോട്ട് സ്റ്റാർട്ട് വിത്ത് ആൻ ഓപ്പണിംഗ് ബാലൻസ്. ഇതാണ് ഓപ്പണിംഗ് ബാലൻസ് വെച്ചല്ല ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തുടങ്ങുന്നതെന്നാണ് പറയുന്നത്. അടുത്ത റവന്യൂ ഐറ്റംസ് ഉള്ളി ആ റെക്കോർഡ്. റവന്യൂ ഐറ്റംസ് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. ഉള്ളി റവന്യൂ ഇൻകംസ് ആൻഡ് റവന്യൂ എക്സ്പെൻസസ് ആർ റെക്കോർഡഡ് ഇൻ ഇറ്റ്. ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് ക്യാപിറ്റൽ പേയ്മെൻറ്റ് ആർ നോട്ട് എൻറ്റേർഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ക്യാപിറ്റൽ റെസിപ്റ്റും ക്യാപിറ്റൽ പേയ്മെൻറ്റും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യില്ല. അടുത്ത റെക്കോർഡിംഗ് ഓഫ് കറണ്ട് ഇയർ റവന്യൂ ഐറ്റം. അതാത് വർഷത്തെ റവന്യൂ ഐറ്റംസ് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓഫ് ദ കറണ്ട് ഇയർ ഓൺലി ആർ ഇൻക്ലൂഡഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓൺ അക്രൂവൽ ബേസിസ്. അതാത് വർഷത്തെ കറണ്ട് ഇയറിലെ റവന്യൂ ഐറ്റംസ് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുള്ളൂ. അടുത്ത പ്രത്യേകത മേക്കിംഗ് പ്രൊവിഷൻസ് ആണ്. പ്രൊവിഷൻ ഫോർ റിപ്പയേഴ്സ്, ഡെപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റ് എക്സെട്ര ആർ മെയ്ഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നതെന്നാണ് പറയുന്നത്. നോ ക്ലോസിംഗ് ബാലൻസ്. ഇവിടെ ക്ലോസിംഗ് ബാലൻസ് ഇല്ല എന്നുള്ളതാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ ഫണ്ട്. ഹെൻസ് ദർ ഈസ് നോ ക്ലോസിംഗ് ബാലൻസ് ഇൻ ദിസ് അക്കൗണ്ട്. ഇവിടെ ക്ലോസിംഗ് ബാലൻസ് ഇല്ല. കാരണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കിട്ടുന്ന ബാലൻസ് നമ്മൾ നേരെ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. സർപ്ലസ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഡെഫിസിറ്റ് ആണെങ്കിലും ക്യാപിറ്റൽ ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. സർപ്ലസ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിലൂടെ നമ്മൾ ആഡ് ചെയ്യും. ഡെഫിസിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് ലെസ് ചെയ്യും. ഇനി പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫ്രം റെസിറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റെസിറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തെ ചെയ്യേണ്ട സ്റ്റെപ്പ് പറയുകയാണ് ഐഡൻറ്റിഫൈ ദ റവന്യൂ ഇൻകം. റവന്യൂ ഇൻകം ഏതാണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ദ റവന്യൂ ഇൻകം റിലേറ്റിംഗ് ദ കറണ്ട് ഇയർ ആർ ഐഡൻറ്റിഫൈഡ് ഫ്രം ദ ഡെബിറ്റ് സൈഡ് ഓഫ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം റവന്യൂ ഇൻകം
നമ്മൾ റെസിറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കറണ്ട് ഇയറിലെ റവന്യൂ ഇൻകം ഐഡൻറ്റിഫൈ ചെയ്യണം. റെസിറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് കറണ്ട് ഇയറിലെ റവന്യൂ ഇൻകം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഡെബിറ്റ് സൈഡിലാണ് റെസീറ്റ് സൈഡിൻ്റെ അതാണ് റെസിറ്റ് ആൻഡ് പേയ്മെൻറ്റ് ഡെബിറ്റ് സൈഡിൽ നിന്ന് കണ്ടെത്തണം. ഇനി ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആഡഡ് എനി എമൗണ്ട് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഡെറ്റഡ്. ഏതെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. ദ അഡ്ജസ്റ്റഡ് ഇൻകം ആർ ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അങ്ങനെ ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യുകയും ലെസ് ചെയ്യാനുള്ളത് ലെസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള അഡ്ജസ്റ്റഡ് ഇൻകമാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പ് ഐഡൻറ്റിഫൈ ദ റവന്യൂ എക്സ്പെൻസസ് ഐഡൻറ്റിഫൈ ചെയ്യണം. The revenue expense of the current year are to be identified from the credit side of receipt and payment account. അപ്പോൾ റവന്യൂ എക്സ്പെൻസസ് എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് ഇയറിലെ റവന്യൂ എക്സ്പെൻസസ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. എനി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് മസ്റ്റ് ബി ആഡഡ് ആൻഡ് എനി പേയ്മെൻറ്റ് മെയ്ഡ് ഇൻ അഡ്വാൻസ് മസ്റ്റ് ബി ഡിഡക്ട്. ഏതെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യണം. പേയ്മെൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ഡിഡക്ട് ചെയ്യുകയും ചെയ്യണം. The adjusted expenses are to be shown on the debit side of income and expenditure account. Adjusted expense നമ്മൾ എന്ത് ചെയ്യുന്നു income and expenditure account ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും. അടുത്ത preparation of trading account. If there is any trading activity in a not-profit organization, a separate trading account may be prepared and gross profit or gross loss therefrom must be transferred to the appropriate side of income and expenditure account. അതായത് ട്രേഡിംഗ് ആക്ടിവിറ്റികൾ ചെയ്യുന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അവർ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിലും ഗ്രോസ് ലോസ് ആണെങ്കിലും അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യണം. അടുത്തത് ട്രീറ്റ്മെൻറ്റ് ഓഫ് നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചർ വരാം. നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചർ സച്ച് ആസ് ഡിപ്രീസിയേഷൻ ബി അസർട്ടൈൻഡ് ആൻഡ് ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഡിപ്രീസിയേഷനൊക്കെയാണ്. ഡിപ്രീസിയേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അടുത്ത അസർട്ടൈൻമെൻറ്റ് ഓഫ് ബാലൻസസ് ആണ്. ദ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ, അതായത് എക്സ്പെൻഡിച്ചറിനേക്കാൾ ഇൻകം കൂടി നിന്നാൽ സർപ്ലസ് ആണ്. ഓർ എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം ഡെഫിസിറ്റ് ആണ്. അതായത് ഇൻകത്തിനേക്കാൾ എക്സ്പെൻഡിച്ചർ കൂടി നിന്നാൽ ഡെഫിസിറ്റ് ആണ്. ബി അസർട്ടൈൻഡ് ആൻഡ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ സർപ്ലസ് ആയാലും ഡെഫിസിറ്റ് ആണെങ്കിലും കണ്ടുപിടിച്ചത് ക്യാപിറ്റൽ ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നോട്ട് ചെയ്യേണ്ട കാര്യം, പ്രിപ്പയറിംഗ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആർ നോട്ട് കൺസിഡേർഡ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓപ്പണിങ്ങോ ക്ലോസിംഗ് ക്യാഷോ ഒന്നും റെക്കോർഡ് ചെയ്യില്ല. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയാലും ക്യാപിറ്റൽ റെസിപ്റ്റ് ആയാലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യില്ല. അടുത്ത റിലവൻറ്റുകളായിട്ടുള്ള കുറേ ടേംസ് ആണ് ഇതിനകത്തുള്ള. എൻട്രൻസ് ഫീ. ഇൻ ഓൾമോസ്റ്റ് ഓൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മെമ്പേഴ്സ് ആർ അഡ്മിറ്റഡ് എവരി ഇയർ. എല്ലാ സ്ഥാപനങ്ങളും നമ്മൾ എല്ലാ വർഷവും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യുക. ദിസ് ബീങ് എ റെസിപ്റ്റ് ഓഫ് റെക്കറിംഗ് നേച്ചർ. ഇങ്ങനെ എല്ലാ വർഷവും നമ്മൾ അഡ്മിറ്റ് ചെയ്ത് എൻട്രൻസ് ഫീ വാങ്ങുകയാണെങ്കിൽ റെക്കറിംഗ് നേച്ചറാണ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ട്രീറ്റ് ആസ് ആൻ ഇൻകം. അപ്പോൾ അത് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇൻ സർട്ടൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സച്ച് ആസ് ക്ലബ്ബ് മെമ്പേഴ്സ് ആർ നോട്ട് അഡ്മിറ്റഡ് എവരി ഇയർ. ചില ക്ലബ്ബുകളിൽ ഇങ്ങനെ എല്ലാ വർഷവും മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യാറില്ല. ഇൻ സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രൻസ് ഫീ ഈസ് എ റെസിപ്റ്റ് ഓഫ് നോൺ റെക്കറിംഗ് നേച്ചർ. അപ്പോൾ അവിടെ കിട്ടുന്ന എൻട്രൻസ് ഫീ നോൺ റെക്കറിംഗ് നേച്ചറാണ്. ആൻഡ് ഹെൻസ് ഇറ്റ് കുഡ് ബി ക്യാപിറ്റലൈസ്. അങ്ങനെ വന്നാൽ നോൺ റെക്കറിംഗ് നേച്ചർ ആണെങ്കിൽ അത് ക്യാപിറ്റലൈസ് ചെയ്യണം. ഇഫ് നത്തിങ് ഈസ് സ്പെസിഫൈഡ് മെൻഷൻ, ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു ട്രീറ്റ് ആസ് ഇൻകം. ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ എൻട്രൻസ് ഫീ നമ്മൾ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അടുത്ത സബ്സ്ക്രിപ്ഷനാണ്. സബ്സ്ക്രിപ്ഷൻസ് ഫ്രം മെമ്പേഴ്സ് ആർ കളക്റ്റഡ് പീരിയോഡിക്കലി. സബ്സ്ക്രിപ്ഷൻ നമ്മൾ വരിസംഖ്യ എന്നാണ് പറയുന്നത്. മെമ്പേഴ്സിൽ നിന്ന് നമ്മൾ പീരിയോഡിക്കലി കളക്ട് ചെയ്യുന്നതാണ്. ദീസ് ആർ റവന്യൂ ഇൻകം ആൻഡ് ആർ ക്രെഡിറ്റ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇതൊരു റവന്യൂ ഇൻകമാണ്. ഇത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അടുത്ത സ്പെഷ്യൽ സബ്സ്ക്രിപ്ഷൻസ് വരാം. ഇഫ് എനി സ്പെഷ്യൽ സബ്സ്ക്രിപ്ഷൻ ഈസ് കളക്റ്റഡ് ഫോർ എനി സ്പെസിഫൈഡ് പർപ്പസ്, എന്തെങ്കിലും സ്പെസിഫൈഡ് പർപ്പസിന് വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻസ് കളക്ട് ചെയ്താൽ ഇറ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് റവന്യൂ ഇൻകം. അത് റവന്യൂ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല. ഇൻസ്റ്റഡ് അതിന് പകരം ഇറ്റ് ഷുഡ് ബി ഷോൺ ആസ് എ സെപ്പറേറ്റ് ഫണ്ട് ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ സെപ്പറേറ്റ് ഫണ്ടായി ലയബിലിറ്റി സൈഡിൽ കാണിക്കാം. അൺടിൽ ഇറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ദാറ്റ് സ്പെസിഫൈഡ് പർപ്പസ്. ആ പർപ്പസ് കംപ്ലീറ്റ് ആവുന്നതിനും വരെ ആ ഫണ്ട് ലയബിലിറ്റി സൈഡിൽ തന്നെ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. ഇത് ഡൊണേഷൻസ് ആണ്. ഡൊണേഷൻസ് ആർ എമൗണ്ട് റിസീവ്ഡ് ബൈ വേ ഓഫ് ഗിഫ്റ്റ് ആണ്. ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും എമൗണ്ട് ഗിഫ്റ്റായിട്ടൊക്കെ നമ്മൾ റിസീവ് ചെയ്യാം. ജനറൽ ഡൊണേഷൻ നോട്ട് കളക്റ്റഡ് ഫോർ എനി സ്പെസിഫിക് പർപ്പസ് മേ ബി ട്രീറ്റഡ് ആസ് റവന്യൂ ഇൻകം. അപ്പോൾ ജനറൽ ഡൊണേഷനോ എന്തെങ്കിലും സ്പെസിഫിക് പർപ്പസിനോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് റവന്യൂ ഇൻകമാണ് ആൻഡ് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇനി സ്പെഷ്യൽ ഡൊണേഷൻ വരാം. ഇഫ് ഡൊണേഷൻ ഈസ് കളക്റ്റഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് ഇറ്റ് ഷുഡ് ബി ഷോൺ ഡിസ്റ്റിങ്ക്റ്റ്ലി ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ സ്പെഷ്യൽ പർപ്പസ് ഡൊണേഷൻ ആണെങ്കിൽ സെപ്പറേറ്റ് ഐറ്റമായിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം.
ആൻഡ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ഫോർ ദ അസൈൻഡ് പർപ്പസ്. ആ അസൈൻഡ് പർപ്പസ് അവിടെ നമ്മൾ എന്താണെന്നുള്ള കാര്യം ലയബിലിറ്റി സൈഡ് റെക്കോർഡ് ചെയ്ത് പോകണം. അടുത്തതിന് ലെഗസിയാണ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് റിസീവ്ഡ് ബൈ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ ഓൺ ദ ഡെത്ത് ഓഫ് എ പേഴ്സൺ ആസ് പെർ ഹിസ് വിൽ. ഏതെങ്കിലും വ്യക്തികളുടെ ഡെത്ത് ഓഫ് എ പേഴ്സൺ ആസ് പെർ വിൽ, അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികളില്ലാതെ സമയത്ത് ചിലവർ ആസ് പെർ വിൽ പ്രകാരം നമ്മുടെ ഡെത്ത് ഓഫ് ഓർഗനൈസേഷന് വേണ്ടി ഈ ക്ലബിനോ സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യാം, അവരുടെ പ്രോപ്പർട്ടികളൊക്കെ ട്രാൻസ്ഫർ ചെയ്യപ്പെടാം. ഇറ്റ് ഈസ് യൂഷ്വലി ഓഫ് നോൺ റെക്കറിങ് നേച്ചർ. ഇത് നോൺ റെക്കറിങ് ആയിട്ട് വരുന്നതാണ്. സോ ഇറ്റ് ഈസ് ക്യാപിറ്റലൈസ്ഡ്. അപ്പോൾ അങ്ങനെ വരുന്ന ലെഗസീസ് ക്യാപിറ്റലൈസ് ചെയ്യണം. ഇഫ് ദ എമൗണ്ട് ഇൻവോൾവ്ഡ് ഈസ് സ്മോൾ, ഇപ്പോൾ ലെഗസിയായിട്ട് കിട്ടുന്ന എമൗണ്ട് ചെറിയ തുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ചെറിയ തുകയാണെങ്കിൽ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ലെഗസി റെക്കോർഡ് ചെയ്താൽ മതി. അടുത്ത ലൈഫ് മെമ്പർഷിപ്പ് ഫീ ആണ്. എ ലംസം amount paid as membership fee on admission of a member for the whole life instead of paying regular period subscription is called a life membership fee. ആയുഷ്കാല വരിസംഖ്യ അടയ്ക്കാം. മാസമൊക്കെ അടയ്ക്കുന്നതിന് പകരം എന്ത് ചെയ്യും, ആയുഷ്കാല വരിസംഖ്യ അടയ്ക്കാം. ഫോർ യൂഷ്വലി ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ ഫണ്ട്. അങ്ങനെ വരുന്ന ലൈഫ് മെമ്പർഷിപ്പ് ഫീ നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആഡ് ചെയ്യണമെന്നതാണ്. അത് സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, സ്പോർട്സ് മെറ്റീരിയലൊക്കെയാണ്. ദീസ് ആർ ഐറ്റംസ് റെക്കറിങ് നേച്ചർ ആൻഡ് ഹെൻസ് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇതൊക്കെ റെക്കറിങ് നേച്ചറാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യണം. അടുത്ത ഗസ്റ്റ് ഫീ ആണ്. ഇൻ സർട്ടൻ ക്ലബ്ബ് നോൺ മെമ്പേഴ്സ് ഓഫ് ഔട്ട്സൈഡേഴ്സ് ആർ ഓൾസോ അലൗഡ് ടു എൻ്റർ ദ ക്ലബ്ബ് അലോങ് വിത്ത് മെമ്പേഴ്സ് ഓഫ് ദ ക്ലബ്ബ് ഫോർ എൻജോയിങ് ദ ഫെസിലിറ്റീസ് ഓഫ് ദ ക്ലബ്ബ് ടെമ്പററി. അപ്പോൾ പുറത്ത് ഔട്ട്സൈഡേഴ്സ് നമ്മുടെ ക്ലബ്ബിലേക്ക് എൻട്രി ചെയ്യപ്പെടാം. അപ്പോൾ അവർ നമ്മുടെ ഫെസിലിറ്റികൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അവരിൽ നിന്ന് നമ്മളൊരു ഫീസ് കളക്ട് ചെയ്യാം. ദ എമൗണ്ട് ചാർജ് ഓൺ സച്ച് പേഴ്സൺ ടു എൻ്ററിങ് ദ ക്ലബ് ഈസ് കാൾഡ് എ ഗസ്റ്റ് ഫീ. അങ്ങനെ ഗസ്റ്റ് നമ്മുടെ ക്ലബ്ബിൽ വന്ന്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ട് നമ്മുടെ ഫെസിലിറ്റീസ് യൂസ് ചെയ്യുന്നതിന് അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ടാണ് ഗസ്റ്റ് ഫീ എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ടേക്കൺ ആസ് റവന്യൂ ഇൻകം. അത് റവന്യൂ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യണം. അത് സെയിൽ ഓഫ് ഓൾഡ് അസറ്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ടേക്കൺ ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്, പഴയ അസറ്റ് വിറ്റാൽ ഒരിക്കലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കില്ല. ദ ബുക്ക് വാല്യൂ ഓഫ് ദ അസറ്റ് സോൾഡ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ അസറ്റ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ നിന്ന് നമ്മൾ എന്താണ്, അസറ്റിൽ നിന്ന് അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സച്ച് സെയിൽ ഈസ് ട്രാൻസ്ഫേർഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ഈ അസറ്റ് വിറ്റ് കിട്ടുന്ന ലാഭമോ നഷ്ടമോ വന്നാൽ, ആ പ്രോഫിറ്റോ ലോസോ ആണെങ്കിൽ നമ്മൾ എന്ത് മാറ്റണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. അടുത്ത ഇൻകം ഫ്രം പർട്ടിക്കുലർ ഫണ്ടാണ്. എനി ഇൻകം ഫ്രം എ പർട്ടിക്കുലർ ഫണ്ട് ഈസ് ബി ആഡഡ് ടു ദ ഫണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പർട്ടിക്കുലർ ഫണ്ടിന് കിട്ടുന്ന എന്തെങ്കിലും എനി ഇൻകം ഫ്രം പർട്ടിക്കുലർ ഫണ്ട് ബി ആഡഡ് ടു ദാറ്റ് ഫണ്ട്, ആ ഫണ്ടിനോട് ആഡ് ചെയ്യണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ഷോൺ ആസ് ആൻ ഇൻകം ഫോർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് കാണിക്കുകയും ചെയ്യും. ഇനി ഫോർമാറ്റാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ. ഇവിടെ എക്സ്പെൻഡിച്ചർ ഡെബിറ്റ്, ഇൻകം ക്രെഡിറ്റ് ആണ്. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ന്യൂസ് പേപ്പർ, മെഡിസിൻസ്, ഇലക്ട്രിസിറ്റി ചാർജസ്, പോസ്റ്റ് ചെയ്യാൻ ടെലഗ്രാം, സാലറീസ്, വേസ്, ഹോണറേറിയം, ഇങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് എന്തായിട്ട് എഴുതാം, എക്സ്പെൻഡിച്ചർ ആയിട്ട് എഴുതാം. അതുപോലെ തന്നെ ഇൻകം സൈഡിൽ സബ്സ്ക്രിപ്ഷന്, ജനറൽ ഡൊണേഷൻ, ജനറൽ ഗവൺമെൻറ് ഗ്രാൻഡ്, ഇൻകം ഫ്രം ഗസ്റ്റ് ഫീ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിക്സഡ് ഡിപ്പോസിറ്റ്, അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം, ഡിവിഡൻറ്റ്, റെൻറ്റ് റിസീവ്ഡ്, ലോക്കർ റെൻറ്റ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, ഇങ്ങനെ കുറേ ഐറ്റംസുകളുണ്ടാവും. അതെല്ലാം കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇൻകം സൈഡ് കൂടി നിന്നാൽ നമുക്ക് സർപ്ലസാണ്. ഈ സൈഡാണ് ഇൻകം സൈഡ് കൂടി നിന്നാൽ സർപ്ലസ് ആണ്. ഡെബിറ്റ് സൈഡ്, അതായത് എക്സ്പെൻഡിച്ചർ സൈഡ് കൂടി നിന്നാൽ നമുക്ക് ഡെബിസിറ്റും ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രോബ്ലമാണ് നമ്മൾ പറയുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. ഇത് ഫോളോയിങ് ഈസ് ദ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2015. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തരുന്നുണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ കുറേ കാര്യങ്ങൾ തരുന്നുണ്ട്. സബ്സ്ക്രിപ്ഷനും മറ്റ് കാര്യങ്ങൾ റെസീറ്റായിട്ട് തരുന്നു, പേയ്മെൻറ്റ് സൈഡിലും കുറേ ഐറ്റംസ് തരുന്നു. അപ്പോൾ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഓപ്പണിംഗ് ബാലൻസ് വെച്ചല്ല തുടങ്ങുന്നത് നമ്മൾ പഠിച്ചു. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എടുക്കില്ല. അപ്പോൾ നമ്മൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റെസീറ്റ് സൈഡ് നോക്കി ഇൻകം സൈഡിലാണല്ലോ എഴുതുന്നത്. ഇപ്പോൾ റെസീറ്റ് സൈഡിൽ നോക്കുമ്പോൾ സബ്സ്ക്രിപ്ഷൻ 12,000 എഴുതി, എൻട്രൻസ് ഫീ 2,000, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ 250, എൻ്റർടൈൻമെൻറ്റ് റെസിപ്റ്റ് 1,000, ഗസ്റ്റ് ഫീ 2,000, ഇൻകം ഫ്രം ലെക്ചേഴ്സ് 3,000, ലോക്കർ റെൻറ്റ് 950, ബാങ്ക് ലോൺ എടുക്കില്ല, കാരണം അത് ക്യാപിറ്റൽ നേച്ചറാണ്. ക്ലിയർ ആണല്ലോ? അതൊക്കെ ശ്രദ്ധിക്കണം. ക്യാപിറ്റൽ നേച്ചറുള്ള ഐറ്റംസ് ഒന്നും എടുക്കത്തില്ല. ഇപ്പോൾ റവന്യൂ നേച്ചറുള്ള മാത്രമേ ഇവിടെ റെക്കോർഡ് ചെയ്യൂ. ഇപ്പോൾ റവന്യൂ ഇൻകംസ് ആണ് ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ പേയ്മെൻറ്റ് സൈഡ് നോക്കുന്നത് റെൻറ്റ് 2,600 ഉണ്ട്. ഇപ്പോൾ റെൻറ്റ് നമുക്ക് 2,600 എഴുതാം. 2,600 റെൻറ്റ് എഴുതി. സാലറി 2,800, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി 300, ഫർണിച്ചർ 4,000 എടുക്കില്ല, കാരണം എന്താണ്, ഫർണിച്ചർ ഇവിടെ
ക്യാപിറ്റൽ നേച്ചറുള്ളതാണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 15,000 റെക്കോർഡ് ചെയ്യില്ല. ജനറൽ എക്സ്പെൻസ് 500 ബാലൻസ് ക്യാരിയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡ് തന്നെയാണ് കൂടി നിൽക്കുന്നത്. 21,200 കിട്ടും. അത് രണ്ട് സൈഡിൽ നമ്മൾ എഴുതുന്നു ബാലൻസ് ചെയ്യുന്ന രീതി. എന്നിട്ട് അതിൽ നിന്ന് 2,800, 300, 500, 2,600 മൈനസ് ചെയ്യുമ്പോൾ 21,200 നിന്ന് ഈ എമൗണ്ടുകൾ ഇത്രയും എമൗണ്ടുകൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 15,000 സർപ്ലസ് കിട്ടും. അതാണ് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യും. ഇതെങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ക്യാപിറ്റൽ ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇവിടെ നോട്ട് പറയുന്നത് പർച്ചേസ് ഓഫ് ഫർണിച്ചർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ആൻഡ് ക്ലോസിംഗ് ഡേറ്റ് ആർ ഷോൺ ഓൺലി ഇൻ ദ അസറ്റ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാങ്ക് ലോൺ ഈസ് ഷോൺ ഓൺ ലയബിലിറ്റി സൈഡ് ഓൺ ദ ബാലൻസ് ഷീറ്റ്. ദ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ് ആർ ഓൺലി ഓപ്പണിംഗ് അസറ്റ് ആയിട്ട് മാത്രമേ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.